കർത്താവിനെ സ്തുതിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചെൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ശ്രദ്ധയോടെ നിങ്ങളായിരിക്കണം. ജീവിതമെന്ന് പറയുന്നത് ഒരു യാത്രയാണ്. എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിക്കണം. ജീവിതമെന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ളൊരു യാത്രയാണ് ജീവിതമെന്ന് പറയുന്നത്. ഈ യാത്രയിലാണ് പരാജയങ്ങളും സംഭവിക്കുന്നത്. ഈ യാത്രയിലാണ് ഉയർച്ചകൾ ഉണ്ടാകുന്നത്. ഈ യാത്രയിലാണ് തളർച്ചകൾ ഉണ്ടാകുന്നത്. ഈ യാത്രയിലാണ് നിന്ദയും പരിഹാസവും ഒക്കെ ഉണ്ടാകുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യം ഇതാണ്: എപ്പോഴും ജീവിതത്തിൽ സന്തോഷമായിരിക്കണമെന്നില്ല. ചില സമയങ്ങളിൽ സങ്കടം കടന്നു വരാറുണ്ട്. എപ്പോഴും ജീവിതത്തിൽ വിജയമായിരിക്കണമെന്നില്ല. ചില സമയങ്ങളിൽ പരാജയങ്ങൾ കടന്നു വരാറുണ്ട്. പക്ഷേ പരാജയപ്പെട്ടെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ ആരും നിരാശപ്പെടരുത്. നിങ്ങൾക്കറിയാമോ, കാട്ടിലെ രാജാവാണ് സിംഹം എന്ന് പറയുന്നത്. കാട്ടിലെ രാജാവാണ് സിംഹം. എന്നാൽ ആ സിംഹം വേട്ടയാടുന്ന ഒത്തിരി മൃഗങ്ങളുണ്ട്. എന്നാൽ ആ ഒരു മാനിന്റെ പുറകെ ആ സിംഹം ഓടിയെന്നിരിക്കട്ടെ, ഒരു പ്രാവശ്യം ഓടിയിട്ട് കിട്ടാത്തത് കൊണ്ട് തന്റെ ഇരയെ കിട്ടിയില്ല, തന്നെ കബളിപ്പിച്ച് വേഗത്തിൽ പാഞ്ഞ് ഓടിക്കളഞ്ഞു എന്ന് ചിന്തിച്ചുകൊണ്ട് ആ സിംഹം തൂങ്ങിച്ചാകുകയല്ല, അത് വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതുപോലെ ജീവിതത്തിലെ പരാജയങ്ങൾ കടന്നു വരപ്പെടുമ്പോൾ നിങ്ങൾ അതിനെ കാണേണ്ടത് അടുത്തൊരു ചവിട്ടുപടിയായിട്ടാണ്. ഓരോ പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഓരോ പാഠങ്ങളുണ്ട്. അതെ, ബൾബ് കണ്ടുപിടിച്ച മനുഷ്യനെ കുറിച്ച് അറിയാം. എത്രയോ പ്രാവശ്യം അദ്ദേഹം കിടഞ്ഞു പരിശ്രമിച്ചിട്ടാണ്. ഓരോ പരാജയത്തിലും താൻ മനസ്സിലാക്കിയ ഒരു സത്യം ഇതായിരുന്നു: ഇങ്ങനെ നിർമ്മിച്ചാൽ ഈ ബൾബ് ഉണ്ടാക്കുവാൻ, ബൾബിനെ പ്രകാശിപ്പിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ പരിശ്രമം തുടർന്നുകൊണ്ടേ ഇരുന്നപ്പോഴാണ് ജീവിതത്തിൽ അദ്ദേഹം ലക്ഷ്യസ്ഥാനത്ത് താൻ ചിന്തിച്ച അതേ മേഖലയിൽ താൻ എത്തുവാനിടയായത്. അതുകൊണ്ട് ജീവിതത്തിലെ പരാജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ചവിട്ടുപടികളാക്കി മാറ്റണം. ജീവിതത്തിൽ ഒരു 4 അവസ്ഥയിൽ കൂടെയാണ് മനുഷ്യ ജീവിതം കടന്നു പോകുന്നത്: ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ഈ 4 അവസ്ഥയിൽ കൂടെ എല്ലാവരും കടന്നു പോയേ മതിയാകത്തുള്ളൂ. അതെ, ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം, ഈ 4 അവസ്ഥകൾ. എന്നാൽ ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രായമാണ് യൗവന പ്രായം എന്ന് പറയുന്നത്. ഒത്തിരി യൗവനക്കാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. എന്നാൽ പ്രാരംഭമായി അതെ നിങ്ങളുടെ കൂടെ വന്ന, നിങ്ങളെ കൊണ്ടുവന്ന രക്ഷിതാക്കൾക്ക് വേണ്ടി 2 കാര്യം പറയാതെ കുഞ്ഞുങ്ങളുടെ അടുക്കലേക്ക് എൻ്റെ സന്ദേശത്തെ എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ടീച്ചർ ഇന്ന് ഇവർ സ്കൂളിൽ പോയി പഠിപ്പിക്കുന്ന ഇവരുടെ ക്ലാസ് ടീച്ചർ അല്ല. ഇവർ സ്കൂളിൽ പോകുമ്പോൾ ഇവരെ പഠിപ്പിക്കുന്ന ക്ലാസ് ടീച്ചർ അല്ല ഇവരുടെ ആദ്യത്തെ ടീച്ചർ എന്ന് പറയുന്നത്. ആദ്യത്തെ ടീച്ചർ എന്ന് പറയുന്നത് രക്ഷിതാക്കളാണ്. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞ് അവന്റെ അറിവിന്റെ പാഠശാലയാണ് അവൻ പാർക്കുന്ന വീടെന്ന് പറയുന്നത്. അവൻ കണ്ടുപഠിക്കുന്ന ആദ്യത്തെ ടീച്ചർ അത് അപ്പനും അമ്മയുമാണ്. ഇവരെ കണ്ടാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങൾ ഒരു സ്പോഞ്ചിൽ വെള്ളം ഒപ്പിയെടുക്കുന്നത് പോലെ മാതാപിതാക്കളിൽ നിന്ന് അവരുടെ സ്വഭാവങ്ങൾ ഇവർ കണ്ടുപഠിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, മാതാപിതാക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങളുടെ തലമുറയും പ്രാർത്ഥിക്കുന്നവരായിരിക്കും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ നല്ല മാതൃകയുള്ള ജീവിതം കുഞ്ഞുങ്ങളുടെ മുൻപിൽ നിങ്ങൾ ജീവിക്കുന്നവരാണോ, തലമുറകൾ അതുപോലെ അവരുടെ ജീവിതത്തിൽ അത് ഒപ്പിയെടുക്കാൻ ശ്രമിക്കും. നിങ്ങൾ അതേ തമ്മിൽ കയർക്കുന്നവരാണോ, നിങ്ങൾ തമ്മിൽ അത് പിടിവാശികൾ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് കാണിക്കുന്നവരാണോ, അവർ അതിനെ ക്യാച്ച് ചെയ്യുക. എത്രയോ പത്രമാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട്. വീട്ടിനകത്ത് സ്വസ്ഥതയില്ല, മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്ക്, മാതാപിതാക്കൾക്ക് സംസാരമില്ല, സ്നേഹമില്ല. അതുകൊണ്ട് ലോകത്തിലെ സ്നേഹമോടി പോകുന്ന ഒരു കൂട്ടം തലമുറയെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിൽ എത്രയോ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കാരണം വീട്ടിനകത്ത് സമാധാനമില്ല, വീട്ടിനകത്ത് സന്തോഷമില്ല. ആ സന്തോഷം കണ്ടെത്താൻ അവർ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ വ്യത്യസ്തമാണ്. അത് ചിലപ്പോൾ ലഹരിയായിരിക്കും, അത് ചിലപ്പോൾ കഞ്ചാവായിരിക്കും, അത് ചിലപ്പോൾ മയക്കുമരുന്നുകൾ പലതുമായിരിക്കും, ഈ ലോകത്തിലെ സ്നേഹമായിരിക്കും. ഞാൻ പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ രക്ഷിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ സ്നേഹിപ്പാൻ കഴിഞ്ഞാൽ അവർ വീട്ടിൽ വരുമ്പോൾ അവരെ ഒന്ന് അണച്ചു പിടിക്കാൻ, അവരുടെ കാര്യങ്ങൾ വളരെ നന്നായി ശ്രദ്ധിപ്പാൻ കഴിഞ്ഞാൽ എന്തിനേറെ പറയണം. നിങ്ങൾക്കറിയാമോ, ഇന്ന് പല കുടുംബങ്ങൾക്കകത്തും സംസാരമില്ല. അത് ഭാര്യയ്ക്ക് ഭർത്താവിനോട് സംസാരിക്കണമെങ്കിൽ കുഞ്ഞിനോടാണ് പറയുന്നത്. അവിടെ ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, നിന്റെ അച്ഛനോട് പോയി പറ അതെടുത്ത് കഴിക്കാൻ. തിരികെ അച്ഛൻ കഴിച്ച ശേഷം മക്കളോട് പറയും, മോനെ നീ പോയി അമ്മയോട് പറ കഴിച്ചു വേണം
വേണമെങ്കിൽ എടുത്ത് വെക്കാൻ പറ. ഇങ്ങനെ പരസ്പര സംസാരമില്ല. ഇതിനകത്ത് ഇടയിൽ മാതാപിതാക്കളുടെ ഇടയിൽ പെട്ടുപോകുന്ന കുരുന്ന് തലമുറകളുണ്ട്. ഇവരുടെ ജീവിതത്തിൽ അത് സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. ഇന്ന് പകൽ എൻ്റെ സന്ദേശം ശ്രദ്ധിക്കപ്പെടുമ്പോൾ മാതാപിതാക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നടുവിൽ നിങ്ങൾ നല്ല മാതൃകയുള്ള ജീവിതം കാഴ്ചവെക്കുന്നവരായിരിക്കണം. നിങ്ങൾ കയർത്ത് സംസാരിക്കുന്നവരാണോ? നിങ്ങൾ മോശമായ വാക്കുകൾ പറഞ്ഞ് നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നവരാണോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളത് ഒപ്പിയെടുക്കും. നിങ്ങൾ വീട്ടിൽ പറയുമ്പോൾ കുഞ്ഞത് പുറത്തു പോയി പറയും. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കലാശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ പാഠം കുഞ്ഞ് പഠിക്കുന്നത്, അവന്റെ പാഠശാല എന്ന് പറയുന്നത് അവൻ പാർക്കുന്ന, അവൻ ജീവിക്കുന്ന അവന്റെ ഭവനമാണ് ഒന്നാമത്തെ പാർപ്പിടം എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, മാതാപിതാക്കൾ എപ്പോഴും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ യോഗ്യതയുള്ളൊരു ജീവിതം, മാതൃകയുള്ളൊരു ജീവിതം, എൻ്റെ അപ്പനെ കണ്ട് എനിക്ക് അനുകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്ന തലമുറയായിരിക്കണം നിങ്ങളുടെ തലമുറകൾ. എൻ്റെ അപ്പനെ പോലെ നല്ലൊരു അപ്പനെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയണം ആ കുഞ്ഞുങ്ങൾ. കാരണം മാതാപിതാക്കളുടെ ജീവിതം അങ്ങനെയാകണം. എൻ്റെ അമ്മയെ പോലെ സ്നേഹിക്കുന്ന മറ്റാരെങ്കിലും വന്ന് അതെ മോനെ എൻ്റെ മോനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ കലോത്സവത്തിൽ പങ്കെടുക്കപ്പെടുമ്പോൾ, അതേ വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് സ്നേഹം പങ്കുവെക്കപ്പെടുമ്പോൾ അവർ പറയണം, എന്നെ സ്നേഹിക്കുന്ന ഒരപ്പനും അമ്മയും എനിക്ക് വീട്ടിലുണ്ട് എന്ന് പറയുന്ന നിലവാരത്തിൽ മാതാപിതാക്കൾ അവരെ ചേർത്ത് പിടിക്കുന്നവരായിരിക്കണം. അതിന് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. കാര്യം, ഒന്നാമത്തെ പാഠശാല അവരിന്ന് പഠിക്കുന്ന സ്കൂളും കോളേജുമല്ല, അവരുടെ പാഠശാല, അവരുടെ ടീച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് ഇനി വളരെ വേഗത്തിൽ, അതെ എൻ്റെ വാക്കുകൾക്ക് ഒത്തിരി സമയം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എനിക്കറിയാം അന്തരീക്ഷം ചൂടാണ്, നിങ്ങൾ ഒത്തിരി വിദൂരതയിൽ നിന്ന് കടന്നു വന്നതാണ്. അതുകൊണ്ട് തന്നെ അതെ നിങ്ങൾ വേഗത്തിൽ ഞങ്ങൾ പറഞ്ഞു വിടുവാൻ ആഗ്രഹിക്കുന്നു. വളരെ ശ്രദ്ധയോടെ ആയിരിക്കുക. ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ സേവിക്കുന്ന യേശു കർത്താവ് ഞങ്ങൾക്ക് തന്നൊരു പ്രേമ ലേഖനമുണ്ട്. അതാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ അച്ചടിക്കുന്ന, ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്ന, അനേകർ അതെ കത്തിച്ച് നശിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ച രാജാക്കന്മാർ പോലും അവന്റെ വീട് പോലും ബൈബിൾ സൊസൈറ്റിയാക്കി മാറ്റി സുവിശേഷത്തിന്റെ ചൈത്രയാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കപ്പെടുന്ന ഞങ്ങൾ അംഗീകരിക്കുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു മതഗ്രന്ഥം, ഒരു വിശ്വാസ ഗ്രന്ഥമുണ്ട്. അതാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. അതെ, അതിൽ എഫെസ്യർക്ക് എഴുതിയ ലേഖനം എന്നൊരു ലേഖനമുണ്ട്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മക്കളെ അമ്മയപ്പന്മാരെ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. എല്ലാ തലമുറകളും ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ അമ്മയപ്പന്മാരെ അനുസരിക്കുന്നവരാകണം. അമ്മയപ്പൻ, പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, നെല്ലിക്ക കഴിക്കുമ്പോൾ ആദ്യം കഴിക്കും, പിന്നെ അത് മധുരിക്കും. നമുക്ക് നമ്മുടെ പ്രായത്തിൽ, നമ്മുടെ ചിന്തയിൽ തോന്നുന്നതെല്ലാം നല്ലതാകണമെന്നില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്നതെല്ലാം നല്ലതാകണമെന്നില്ല. നമ്മൾ തിരഞ്ഞെടുക്കുന്നതെല്ലാം നല്ലതാകണമെന്നില്ല. എന്നാൽ നിങ്ങളെ ഈ ഭൂമിയിൽ നിങ്ങൾക്കൊരു മാതാവും പിതാവുമുണ്ട്. അവർ പറയുന്ന വാക്കുകൾ നിങ്ങൾ അനുസരിപ്പാൻ തയ്യാറാകണം. നിങ്ങൾ അവർക്ക് കീഴ്പ്പെട്ടിരിക്കണം. മാതാപിതാക്കളെ അനുസരിക്കുന്ന തലമുറകൾ അതെ നിങ്ങൾ എന്നും അനുഗ്രഹമായിരിക്കും. വേദപുസ്തകം പറയുന്നത്, മക്കളെ അമ്മയപ്പന്മാരെ കർത്താവിൽ എന്ന പോലെ നിങ്ങൾ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. എന്തിനു വേണ്ടിയാണ് മാതാപിതാക്കളെ കുഞ്ഞുങ്ങൾ അനുസരിക്കേണ്ടത്? അടുത്ത വചനത്തിൽ പറയുന്നു, നിനക്ക് നന്മയുണ്ടാകാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ കൽപ്പനയാകുന്നു. വേദപുസ്തകം പറയുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിങ്ങൾ ഈ ഭൂമിയിൽ ദീർഘായുസോടുകൂടെ ഇരിക്കണമെങ്കിൽ, നിങ്ങളുടെ മുൻപിൽ കാണുന്ന മാതാപിതാക്കളെ, നിങ്ങൾക്ക് ഭൂമിയിൽ ജന്മം നൽകാൻ തിരഞ്ഞെടുത്ത നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ അനുസരിക്കുന്നവർ ആയിരിക്കണം. നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുന്നവരാണെങ്കിൽ വേദപുസ്തകം പറയുന്നു, നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാകും, നിങ്ങൾ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. മാതാപിതാക്കളുടെ വാക്കു കേൾക്കാത്ത എത്രയോ തലമുറകൾ വഴിതെറ്റി പാപത്തിൽ വീണ് പിന്നെ തിരിച്ച് കരകയറുവാൻ കഴിയാത്തതുപോലെ നശിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്ത ലോകത്തിലാണ് നമ്മൾ ആയിരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ കുഞ്ഞുങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും അനുസരിക്കുന്നവരായിരിക്കും.
സഹായിക്കണം. നിങ്ങൾക്കറിയാമോ, ഒരിക്കൽ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ മാതാപിതാക്കൾ വളർത്തി വലുതാക്കി. ആ കുഞ്ഞു വളർന്നു, നല്ല വിദ്യാഭ്യാസം കൊടുത്തു. അവൻ മാതാപിതാക്കൾ വയറിറക്കി കെട്ടി ആ മകന് നല്ല വിദ്യാഭ്യാസം കൊടുത്തു, നല്ല ജോലി അവൻ വാങ്ങിച്ചു, നല്ല സാലറി, നല്ല ഡോളർ അവന്റെ കയ്യിൽ വന്നു. അങ്ങനെ അവൻ പണ്ടത്തെ കുപ്പയിൽ കിടന്ന ജീവിതം മാറി നല്ല ഇരുനില വീടായി, AC റൂമായി, എല്ലാ നന്മകളും കിട്ടി. അവന്റെ കല്യാണം കഴിഞ്ഞു, നല്ല തലമുറകളുണ്ടായി. ഇങ്ങനെ ജീവിതം മുൻപിലേക്ക് പോകുമ്പോൾ ആ മകന്റെ മാതാപിതാക്കൾ വയോവൃദ്ധരായി വീട്ടിനകത്തുണ്ട്. വളരെ കുഞ്ഞുങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധിക്കുക. ഈ മകൻ വളർന്നു വലുതായപ്പോൾ ആ വീട്ടിനകത്ത് അവൻ ആ മാതാവിനും പിതാവിനും കൊടുപ്പാൻ സെപ്പറേറ്റ് ഒരു പാത്രം അവർ തിരഞ്ഞെടുത്തു. വീട്ടിൽ നല്ല ആഹാരം ഉണ്ടാക്കിയാൽ എല്ലാ നല്ല ആഹാരവും ആ മകൻ തന്നെ ജനിപ്പിച്ച, തന്നെ സൃഷ്ടിച്ച ആ മാതാപിതാക്കൾക്ക് നല്ല ആഹാരം കൊടുക്കത്തില്ലായിരുന്നു. പണമുണ്ടായിട്ട് കാര്യമില്ല, അകത്ത് സ്നേഹമുണ്ടായിരിക്കണം. മാതാവിനും പിതാവിനും ആഹാരം കൊടുക്കുന്ന പാത്രം വ്യത്യസ്തമായിരുന്നു. ആ ഏതോ ഒരു റൂമിന്റെ അരികിൽ മാത്രം ഒതുക്കി നിർത്തി. കാര്യം വാർദ്ധക്യമാണ്. വാർദ്ധക്യമാകുമ്പോൾ ബലം ക്ഷയിക്കുന്ന ഒരു സമയമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. ചരാനരകൾ ബാധിക്കുന്ന ഒരു സമയം, കണ്ണിന്റെ കാഴ്ച മങ്ങുന്ന, കാലിന്റെ വേഗത കുറയുന്ന, കൈയിലെ ബലം കുറയുന്ന ഒരു സമയമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. ഇതേ അവസ്ഥയിൽ നാളെ ഞാനും നിങ്ങളും കടന്നു പോകേണ്ടവരാണ്. വളരെ ശ്രദ്ധിക്കുക. ഈ വാർദ്ധക്യത്തിലായ മാതാവിനെയും പിതാവിനെയും ഒരു റൂമിലേക്കാക്കി കാര്യം വാർദ്ധക്യത്തിലാകുമ്പോൾ വാർദ്ധക്യത്തിലായ മനുഷ്യൻ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആകുകയാണ്. അവർ എപ്പോഴാണ് യൂറിൻ പാസ് ചെയ്തെന്ന് പറയാൻ ഒക്കത്തില്ല. കാര്യം അവർ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ, വാർദ്ധക്യം ബാധിച്ചവൻ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെയാണ്. അവൻ നടക്കുന്നതും ഓടുന്നതും സംസാരിക്കും, മറവിയൊക്കെ ഒത്തിരി ഉണ്ടാകുക. നോക്കുക, ഇങ്ങനെ സ്വന്തം ജനിപ്പിച്ച മാതാപിതാക്കളെ ഈ തലമുറ ഒരു റൂമിലേക്ക് മാറ്റി നിർത്തി പ്രത്യേകമായ പാത്രത്തിൽ ആഹാരം കൊടുത്തു. അങ്ങനെ ഇരിക്കവേ ഈ മാതാവിനെയും പിതാവിനെയും വേണ്ടെന്ന് പറഞ്ഞ് അനാഥാലയത്തിലേക്ക് കൊണ്ടാക്കാൻ ഈ മകൻ ഈ മാതാവിനെയും പിതാവിനെയും കാറിലേക്ക് കയറ്റി. കാര്യം ഞങ്ങൾക്കിനി നോക്കാൻ പറ്റത്തില്ല, ഇനി ഇവർ ഓർഫണേജിൽ അനാഥാലയത്തിൽ ജീവിച്ചാൽ മതി, ബാക്കി ശിഷ്ടയായുസ് അവിടെ നീറി ഒടുങ്ങട്ടെ, കൊടുക്കാൻ പറ്റുന്നിടത്തോളം കാശ് ഞങ്ങൾ ഓർഫണേജിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് ആ മാതാവിനെയും പിതാവിനെയും കാറിലേക്ക് കയറ്റുമ്പോൾ ഈ കുഞ്ഞിന്റെ ഈ മകന്റെ മകനും എന്ന് പറഞ്ഞാൽ ഈ മാതാവിന്റെയും ഈ വാർദ്ധക്യത്തിലായ മാതാവിന്റെയും പിതാവിന്റെയും മകനാണ് ഇത് ചെയ്യുന്നത്. ആ മകന്റെ മകൻ ഈ കാറിലേക്ക് ഒപ്പം കയറുകയാണ്. ഈ മകൻ അപ്പുപ്പനും അമ്മച്ചിയും അടുത്തിരിക്കുന്നു, തൊട്ടടുത്ത് ഈ കുഞ്ഞിരിക്കുന്നു. ഇദ്ദേഹം ഈ മകൻ ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഈ കൊച്ചു കുഞ്ഞ് ഈ പോകുന്ന വഴിയെല്ലാം അവൻ നോക്കി വെക്കുകയാണ്. ഈ പോകുന്ന വഴിയെല്ലാം അവൻ നോക്കി വെച്ചു. അവിടെ കൊണ്ട് വൃദ്ധസദനത്തിൽ കൊണ്ട് കാശൊക്കെ അടച്ച് ഈ മാതാപിതാക്കളെ അവിടെയാക്കി തിരികെ വരികയാണ്. വീണ്ടും ആ കുഞ്ഞ് ഈ വഴിയെല്ലാം നോക്കി വെച്ചു. ആ വീട്ടിൽ വന്നിട്ട് അവൻ തിരികെ വീട്ടിൽ വന്നപ്പോൾ ആ കുഞ്ഞ് ചെയ്ത കാര്യം ഇതാണ്. ആ കുഞ്ഞ് ഓടിപ്പോയി അപ്പനും അമ്മയ്ക്കും കൊടുത്ത ആ മാറ്റിവെച്ച പാത്രം ഈ മകൻ കൊണ്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കുകയാണ്. ഈ കണ്ട കാഴ്ച ഈ അപ്പൻ ചോദിച്ചു, മോനെ, എന്തുകൊണ്ടാണ് നീ ഈ അപ്പനും അമ്മയ്ക്കും കൊടുത്ത ഈ ചളുങ്ങിയ പാത്രം, വൃത്തികെട്ട പാത്രം എന്തിനാണ് നീ എടുത്ത് മാറ്റിവെക്കുന്നത്? ആ കൊച്ചു കുഞ്ഞ് പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ, ഞാൻ കണ്ടു ഈ വൃദ്ധരായ അച്ഛന്റെ അമ്മയെയും അച്ഛനെയും അതേ ഈ പാത്രത്തിലാണ് ആഹാരം കൊടുത്തത്. ഈ കൊണ്ടുപോയ വഴിയെല്ലാം ഞാൻ നോക്കി വെച്ചു. ഈ കുഞ്ഞ് പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്കറിയാം നാളെ എൻ്റെ അച്ഛനും വയസ്സാകും, എൻ്റെ അമ്മയും വയസ്സാകും. ഈ പാത്രം അന്ന് നിങ്ങൾക്ക് തരാൻ ഞാൻ കരുതുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാതൃക വെച്ച് കൊടുക്കുന്നതാണ് കുഞ്ഞുങ്ങൾ പിന്തുടരുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ജീവിതം എന്ന് പറയുന്നത് ഒരു താളമാണ്. ഇന്ന് എന്തുകൊണ്ട് ഓർഫണേജുകൾ പെരുകുന്നു? ഇന്ന് എന്തുകൊണ്ട് അനാഥാലയങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു? സ്നേഹം എവിടേക്ക് ചത്തുപോയിരിക്കുന്നു? എവിടേക്ക് ബന്ധങ്ങൾക്ക് വിലയില്ലാതെയായി മാറിയിരിക്കുന്നു? കൂണ് മുളയ്ക്കുന്നത് പോലെ അനാഥാലയങ്ങൾ പെരുകുന്നതിന്റെ കാരണം ഇതാണ്. എവിടേക്കോ സ്നേഹം